ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ നിമിഷ. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്ക് അമൃത്സരി ചോലെ, പിന്നെ അതിൻ്റെ കൂടെ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് കുൽച്ച എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നമുക്ക് കാണാം. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. നമുക്ക് പുറത്ത് കിട്ടുന്ന രീതി അതുപോലെ നല്ല സോഫ്റ്റായിട്ട് നല്ല വീർത്ത് നല്ലതായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഏറ്റവും ആദ്യം ഇതുപോലെ വെള്ളക്കടല ഓവർ നൈറ്റിന് വേണ്ടി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വെള്ളം നമുക്ക് മുഴുവൻ കളയാം. അതിന് മുന്നേ നമുക്കാണെങ്കിൽ ഒരു ഇച്ചിരി കട്ടൻ ചായ ഇട്ട് വെക്കണം. കട്ടൻ ചായ എന്ന് വെച്ചാൽ കുടിക്കാൻ വേണ്ടിയല്ല കേട്ടോ, ഇതിനകത്ത് ഒഴിക്കാനായിട്ട് നമുക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഏറ്റവും ആദ്യം കുറച്ച് വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഒരു ടീസ്പൂൺ നമുക്ക് തേയില ഇട്ട് കൊടുക്കാം. തേയില നന്നായി ഇതുപോലെ തിളച്ച് വന്ന് കഴിയുമ്പം നമുക്കതിന് ശേഷം നമുക്ക് കടലെടുത്ത് വെച്ചേക്കുന്നത് അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ് നമുക്ക് അത് ഇട്ട് കൊടുക്കാം. ഒരു പ്രഷർ കുക്കറിൽ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ തേയില വെള്ളം റെഡിയാക്കി വെച്ചേക്കുന്നത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ചിലരൊക്കെ ആണെങ്കിൽ ഒരു പൊതി പോലെ കെട്ടി നമുക്ക് ഇതുപോലെ തേയിലയും പിന്നെ ഇതുപോലെ മസാലയൊക്കെ ഇട്ട് നമുക്ക് പൊതി കെട്ടി വെക്കാം. പക്ഷെ അതാകുമ്പോൾ ചിലപ്പോൾ തുറന്നു പോയ ചാൻസ് കൂടുതലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ തേയില വെള്ളം ആക്കി ഇട്ടേക്കുന്നത്. അതിന് നമുക്ക് 2 ബേ ലീവ്സും പിന്നെ കുറച്ച് കറുവാപ്പട്ടയും പിന്നെ വലിയ ഒരു ഏലക്കയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി പിന്നെ കുറച്ച് വെള്ളം, അല്ലാത്ത നോർമൽ വെള്ളം നമുക്ക് ഇതുപോലെ മുങ്ങി കിടക്കുന്ന രീതി വേണേ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പ്രഷർ കുക്കർ നമുക്ക് അടച്ചു കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ നമുക്ക് 1 വിസിൽ വരുത്താം. പിന്നെ ലോ ഫ്ലെയിം ആക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഒരു 4 തൊട്ട് 5 വിസിൽ വരെ ആക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റിയതേക്കാട്ടിൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നല്ലൊരു കളർ നല്ല കിട്ടിയിട്ടില്ലേ നമുക്ക്. ഈ നമുക്കാണെങ്കിൽ നമ്മൾ മസാലയൊക്കെ ഇട്ടേക്കുന്നില്ല നമ്മൾ മുഴുവൻ, അത് നമുക്ക് വേണ്ട കേട്ടോ. അതിൻ്റെ ഫ്ലേവർ എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. നമുക്കത് മാറ്റി കൊടുക്കാം. ഇനി നമുക്കൊരു കടായിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചെടുക്കാം. പിന്നെ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകം പൊട്ടി കഴിയുമ്പോൾ ഒരു സവാള നമുക്ക് അതിനകത്തോട്ട് പൊടിയെ അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ച് നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3-4 പച്ചമുളകും പിന്നെ ഒരു 5-8 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയുടെയും അതും കൂടി ചതച്ചെടുത്തേക്കുന്നത് കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് വഴണ്ട് വന്ന് കഴിയുമ്പം നമുക്ക് 2 തക്കാളി നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് അതിന് പ്യൂരി റെഡിയാക്കി അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മളാണെങ്കിൽ കടല വേവിച്ചപ്പോഴും ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സൂക്ഷിച്ച് വേണേ ഇട്ട് കൊടുക്കാനായിട്ട്. ലാസ്റ്റ് നോക്കിയിട്ട് നമുക്ക് കുറവാണെന്ന് തോന്നുന്നു നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇത് അടച്ചൊന്ന് വെക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കാശ്മീരി റെഡ് ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണേ. ഞാൻ മറന്നു പോയിട്ടാണ് പിന്നീട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ നമുക്കാണെങ്കിൽ മല്ലിയും ജീരകവും കൂടെ പൊടിച്ച് വെച്ചേക്കാം, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ നമുക്കാണെങ്കിൽ നമ്മുടെ ചോലെ മസാല നമുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒന്ന് അടച്ച് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം കേട്ടോ, കരിഞ്ഞു പോകാൻ സൂക്ഷിക്കണേ. എന്നിട്ട് ഇതെല്ലാം നമുക്ക് ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് സൈഡിൽ കാണാൻ പറ്റും. നമുക്ക് എണ്ണയൊക്കെ തെളിഞ്ഞ് പാകത്തിനായി വന്നിട്ടുണ്ട്. നമ്മൾ വേവിച്ച് വെച്ച കടലയില്ല അത് നമുക്കാണെങ്കിൽ മുഴുവനായിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള മുഴുവൻ നമുക്ക് കടല അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ കാശ്മീർ റെഡ് ചില്ലി പൗഡർ നമ്മൾ ഇപ്പോഴാണ് ഇട്ട് കൊടുത്തേ കേട്ടോ. ആദ്യം മറന്നു പോയിട്ടാണ് ഇടാതിരുന്നത്. നിങ്ങൾ നേരത്തെ തന്നെ ഇട്ട് കൊടുക്കണേ മസാല ഇടുന്നത് കൂട്ടത്തിൽ. അതും കൂടെ ഒന്ന് വഴണ്ട് വന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ കടല അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് മാറ്റി വെച്ചില്ലേ, അത് കൈയും കൊണ്ടൊന്ന് തിരുമ്മി നമുക്കൊന്ന് ഉടച്ച് നമുക്ക് അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ക്രീമി ആയിട്ട് ഗ്രേവി കിട്ടും കേട്ടോ. നല്ല തിക്കായിട്ട് കിട്ടാൻ വേണ്ടി നമ്മളങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഗ്രേവിക്ക് നല്ല ടേസ്റ്റും കിട്ടും ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ. അപ്പോൾ അതും കടലയൊക്കെ ഞാൻ ഉടച്ച് അതും കൂടെ അതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതും ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമുക്കാണെങ്കിൽ ഇതിനകത്ത് കുറച്ച് കസൂരി മേത്തി ആഡ് ചെയ്ത് കൊടുക്കണം. കയ്യിലൊന്ന് ക്രഷ് ആക്കിയതിന് ശേഷം കുറച്ച് കസൂരി മേത്തി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കാണെങ്കിൽ നമ്മുടെ ഹോം മെയ്ഡ് ഗരം മസാല 1/2 ടീസ്പൂൺ ഞാൻ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ ഹോം മെയ്ഡ് അല്ല പുറത്തെയാണെങ്കിൽ 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് ഉപ്പൊക്കെ എന്തെങ്കിലും കുറവുണ്ടോ ഇല്ലയോ നമുക്കിപ്പോൾ നോക്കണം. അഥവാ കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എങ്ങനെ എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയെന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് കണ്ടും സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യാൻ മറന്നു പോകല്ലേ. പിന്നെ അതിനകത്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതേ കണ്ടില്ലേ, നമ്മുടെ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. മേളിൽ കൂടെ കുറച്ച് മല്ലിയിലയും കൂടെ വിതറി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചോല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുളിച്ച് റെഡിയാക്കി എടുത്താലോ. ഞാനിത് 2 കപ്പ്, ഈ കപ്പിന് 2 കപ്പ് മേദ എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കാണെങ്കിൽ വേണമെങ്കിൽ 1 കപ്പ് മേദയും 1 കപ്പ് ഗോതമ്പ് പൊടിയാണെങ്കിലും എടുക്കാം. പക്ഷേ കളർ ഇച്ചിരി ഡൗൺ ആയി വരും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പുറത്ത് കിട്ടുന്ന രീതി സെയിം അതുപോലെ തന്നെ റെഡിയാക്കുന്നത്. അപ്പോൾ 2 കപ്പ് മേദയ്ക്ക് 2 ടീസ്പൂൺ നമുക്ക് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്തെടുക്കണം. അപ്പോൾ 1 കപ്പിന് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ നമുക്ക് ഉപ്പ്, 4 ടേബിൾ സ്പൂൺ തൈര്. പുളിയില്ലാത്ത തൈര് നോക്കി എടുക്കണേ.
ഒരു 4 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമുക്ക് നന്നായി ഇച്ചിരി വെള്ളം ഒഴിച്ച് നല്ല സോഫ്റ്റായിട്ട് കുഴച്ച്, ഒത്തിരി അങ്ങ് വെള്ളം പോലെ ആക്കിയെടുക്കല്ലേ, ഒന്ന് പാകത്ത് നമ്മൾ ചപ്പാത്തി കുഴക്കത്തില്ലേ സെയിം അതുപോലെ വേണം. പിന്നെ ഇച്ചിരി എണ്ണയും ഒഴിച്ച് നന്നായിട്ടൊന്ന് തിരുകി അമർത്തി ഒന്ന് കുഴച്ചെടുക്കണം. ഒരു 15 തൊട്ട് 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ സമയം ഉണ്ടെങ്കിൽ അത്രയും നേരം വെക്കുക. നിങ്ങൾക്ക് 1 മണിക്കൂറത്തെ ഈ സമയം ഉണ്ടെങ്കിൽ അത്രയും വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. അപ്പോൾ എത്ര നമുക്ക് സമയമുള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണേ വെക്കാനായിട്ട്. അപ്പോൾ അതേ ഇതുപോലെ നമുക്ക് എത്ര വലുപ്പത്തിൽ വേണ്ടെന്ന് വെച്ചാൽ അതനുസരിച്ച് ഒരു ഉരുളെടുക്കുക. നന്നായിട്ടൊന്ന് കയ്യിലൊന്ന് തിരുകി ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇച്ചിരി മേദയും കൊണ്ട് തന്നെ ഒന്ന് പൊടിയും തടവി അതിന് ശേഷം നമുക്ക് ഒന്ന് പരത്തി കൊടുക്കാം. നമുക്ക് ചപ്പാത്തി കൂട്ട് അങ്ങനെ കനം കുറച്ചാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മുടെ കുൽച്ചയാണെങ്കിൽ ഇച്ചിരി കനത്തോടെ തന്നെ ആയിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വേണം നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ മേളിലാണെങ്കിൽ നമുക്ക് കൈ കൊണ്ട് കുറച്ച് വെള്ളം ഒന്ന് തടവി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ മേളിലാണെങ്കിൽ കുറച്ച് കലോഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അതില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, സ്കിപ്പ് ചെയ്യാം. അതിൻ്റെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ വെള്ളം തടവിയതിന് ശേഷം കുറച്ച് മല്ലിയില ഒന്ന് വിതറി കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി കഴിയുമ്പം ഹൈ ഫ്ലെയിമിൽ ചൂടാക്കണേ, എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. നമ്മൾ ആദ്യം റെഡിയാക്കിയിരിക്കുന്ന പരത്തി കുളിച്ച് നമുക്ക് പാനിൽ ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ഇതുപോലെ ആയി കഴിയുമ്പോൾ മറിച്ചിട്ട് നന്നായിട്ട് തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. നമ്മൾ ഇടുമ്പോഴത്തേക്ക് കാണാൻ പറ്റും നമ്മുടെ കുളിച്ച നന്നായിട്ട് വീർത്ത് വരും കേട്ടോ. നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ്, നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക, നല്ല അടിപൊളിയത്. അപ്പോൾ അതേ കണ്ടില്ലേ നമ്മുടെ കുളിച്ച നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മേളിൽ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ തടവി സെർവ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് കുളിച്ച നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണക്ക് ഞാൻ ഒരെണ്ണം കൂടെ കാണിച്ചു തരാവേ. അപ്പോൾ അത് ഇതുപോലെ ആദ്യത്തെ കൊണ്ട് ഞാൻ രണ്ടാമത്തെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തിരിച്ച് നമുക്ക് മറിച്ചും ഇട്ട് ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണേ. എന്ന് വെച്ചാണെങ്കിൽ മേദ ചപ്പാത്തിയുടെ കൂട്ടല്ല, ഇച്ചിരി വേവാൻ സമയം എടുക്കും. അതുകൊണ്ട് ക്ഷമയത്തോടെ വേണം നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതേ നന്നായിട്ട് പാകത്തിനായി വന്നിട്ടുണ്ട്. തിരിച്ച് മറിച്ചിട്ട് ഞാൻ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. അപ്പോൾ ഫ്രണ്ട്സ്, എങ്ങനെയാണ് നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ അറിയിക്കുക. നാളെ എന്താ റെസിപ്പിയാണ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളതെന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ ചോലെ കുൽച്ച റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാനായിട്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കും. നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ